തിബെരിയോസ് തടാക തീരത്ത് വെച്ച് യേശു തമ്പുരാൻ വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിപ്രകാരമായിരുന്നു. ശീമോൻ കീപ്പായും ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമസും ഗലീലായിലെ ഖാനായിൽ നിന്നുള്ള നഥാനിയേലും സെബെദിപുത്രന്മാരും ശിഷ്യന്മാരിൽ മറ്റു രണ്ടുപേരും ഒരുമിച്ചോടിയിരുന്നു. ശീമോൻ കീപ്പ അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അവർ ഒരു വഞ്ചിയിൽ കയറിപ്പോയി. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ യേശു തടാക തീരത്ത് നിൽക്കുകയായിരുന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു തമ്പുരാൻ അവരോട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ഭക്ഷിക്കുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോടില്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വഞ്ചിയുടെ വലതുഭാഗത്ത് വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ വല വീശി. അതിലകപ്പെട്ട മത്സ്യങ്ങളുടെ പെരുപ്പ നിമിത്തം വല വലിച്ചേറുവാൻ കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിനെ പ്രിയപ്പെട്ട ആ ശിഷ്യൻ കീപ്പായോട്, അത് നമ്മുടെ കർത്താവാണ് എന്ന് പറഞ്ഞു. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശീമോൻ കീപ്പ താൻ നഗ്നനായിരുന്നുകൊണ്ട് അങ്കിയെടുത്ത് അരയിൽ ചുറ്റി തടാകത്തിൽ ചാടി. യേശുവിൻ്റെ അടുക്കൽ ചെന്നു. മറ്റു ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലായിരുന്നുകൊണ്ട് അവർ ആ മത്സ്യം നിറഞ്ഞ വല വലിച്ചുകൊണ്ട് വഞ്ചിയിൽ തന്നെ വന്നു. അവർ കരയ്ക്ക് കയറിയപ്പോൾ തീക്കനലുകൾ കൂട്ടിയിരിക്കുന്നതും അതിൽ മത്സ്യം വച്ചിരിക്കുന്നതും കണ്ടു. കുറേ അപ്പം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ കുറേ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ കീപ്പ കയറി 153 വലിയ മത്സ്യങ്ങൾ നിറഞ്ഞ വല കരയിലേക്ക് വലിച്ചു കയറ്റി. ഇത്രയധികം ഭാരമുണ്ടായിട്ടും വല കയറിയില്ല. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അത് കർത്താവാണെന്ന് അറിഞ്ഞിരുന്നതിനാൽ അതാരെന്ന് ചോദിക്കുവാൻ ശിഷ്യന്മാരിൽ ആരും തുനിഞ്ഞില്ല. യേശു തമ്പുരാൻ എടുത്ത് ചെന്ന് അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് 3-ാം പ്രാവശ്യം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ബർഗ്മോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.